എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിലാണ് ഉള്ളത്. ഈ തേക്ക് മ്യൂസിയത്തോടനുബന്ധിച്ച് വലിയ ഒരു ഗാർഡൻ അതിൻ്റെ പിന്നിലുണ്ട്. ആ ഗാർഡനിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ പൂമ്പാറ്റകൾ ഈ പൂവിൽ വന്ന് തേൻ കുടിക്കുന്നത്. അത് നേരിൽ കാണുമ്പോഴുള്ള ഈ ഒരു ഫീൽ അത് ഒന്ന് വേറെ തന്നെയാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത് ഈ ചിത്രശലഭങ്ങൾ വന്ന് ഈ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിൽ തന്നെ വല്ലാത്ത ഒരു കുളിർമയാണ്. അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ പൂന്തോട്ടത്തിൽ ഒരുപാട് നടക്കാനും ഒരുപാട് പഠിക്കാനുമുണ്ട്. മണിക്കൂറുകൾ നീണ്ട യാത്രക്ക് പറ്റുന്ന, അതായത് ഏകദേശം ഒരു 3-4 മണിക്കൂർ വേണം ഈ പൂന്തോട്ടം ഫുള്ളായിട്ട് നടന്ന് കാണുവാൻ വേണ്ടി. ഈ പൂന്തോട്ടം കാണുന്ന സമയത്ത് നമ്മുടെ എല്ലാ ടെൻഷനുകളും ബാക്കിയുള്ള മനസ്സിലുള്ള മറ്റ് ടെൻഷനുകളുമെല്ലാം ഒഴിവായി മനസ്സിന് തന്നെ ഒരു ശാന്തമായിട്ടുള്ള ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളെല്ലാം മറന്നുപോകും. കാരണം അത്ര മനോഹരമാണ് ഈ പൂന്തോട്ടം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിൽ പോലെ തന്നെ പല വിധത്തിലുള്ള ചെടികളും അതുപോലെ തന്നെ പൂവുകളും അതുപോലെ തന്നെ പല പല വെറൈറ്റീസ് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കാനുമുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് ഒരു ദിവസത്തെ യാത്രക്കായി തീർച്ചയായിട്ടും ഈ ഉദ്യാനം തിരഞ്ഞെടുക്കാം. കാരണം ഇതിനോടനുബന്ധിച്ച് തേക്ക് മ്യൂസിയം ഉണ്ട്. ആ തേക്ക് മ്യൂസിയത്തിനകത്ത് ഏകദേശം ഒരു 1.5 മണിക്കൂർ അതിനുള്ളിൽ കാണുവാനും മനസ്സിലാക്കുവാനും പഠിക്കാനുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഉദ്യാനം ഒരു 3-4 മണിക്കൂർ കാണാനും മനസ്സിലാക്കാനും നമ്മൾ പലതും ചിന്തിക്കാനും പഠിക്കാനുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ നിലമ്പൂർ ട്രിപ്പിൽ ഒരു ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ദിവസം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ തേക്ക് മ്യൂസിയത്തോട് കൂടിയിട്ടുള്ള ഈ ഉദ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾ സംതൃപ്തരാകും. അതിൽ യാതൊരു സംശയവുമില്ല. അത്ര മനോഹരമാണ് ഈ ഉദ്യാനം. അതായത് നമ്മൾക്ക് ഒരു നിമിഷം പോലും വേറെ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അത്ര മനോഹരമാണ്. നമ്മുടെ മനസ്സിന് തന്നെ ഒരു സുഖം പകരുന്ന രീതിയിലാണ് ഈ ഒരു കാഴ്ച. അപ്പം പ്രത്യേകിച്ചും കുടുംബസമേതം ഒഴിവു ദിനത്തിൽ ഒരു ദിവസം ഈ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിലമ്പൂരിനടുത്തുള്ള ആളുകൾക്ക് ആണെങ്കിൽ വളരെ പോയി രാവിലെ തന്നെ പോയി വൈകുന്നേരം വരെ അവിടെ ചെലവഴിക്കാൻ പറ്റും. ദൂരെ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കാൻ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ തേക്ക് മ്യൂസിയത്തിലെ ഉദ്യാനത്തിലേക്ക് വരിക. തീർച്ചയായും ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾക്ക് അത് തീർച്ചയായും സത്യമായിട്ട് ഫീൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനസ്സിന് കുളിർമയും മനസ്സിന് സന്തോഷവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും.